പത്തനംതിട്ട തണ്ണിത്തോട് ഏഴാം തലയിൽ കാട്ടാനയാക്രമണത്തിൽ യുവാവ് കൊല്ലപ്പെട്ടു. ഏഴാം തല സ്വദേശി ദിലീപാണ് മരിച്ചത്. വനത്തിനുള്ളിലെ പുഴയിൽ മീൻ പിടിക്കാൻ പോയപ്പോഴാണ് കാട്ടാനയുടെ ആക്രമണമുണ്ടായത്. ശ്രീജിത്ത് ശ്രീകുമാരൻ പത്തനംതിട്ടയിൽ നിന്ന് ചേരുന്നുണ്ട്. ഇപ്പോൾ ശ്രീജിത്ത്, വിവരങ്ങൾ എന്തൊക്കെയാണ്? രണ്ടുപേരാണ് ഉന്മേഷ ഇന്ന് ഉച്ചയോടുകൂടി മീൻ പിടിക്കാനായി ഈ പറയുന്ന തേക്കുതോട്ടെ വനത്തിനുള്ളിലേക്ക് ഉൾവനത്തിലേക്ക് പോയത്. അത് കല്ലാറാണ്. സ്വാഭാവികമായി നല്ല ഒഴുക്കുള്ള പ്രദേശമാണ്. ആ മേഖലയിൽ മാത്രമേ ഇപ്പോൾ വെള്ളമുള്ളൂ. എന്തായാലും ആ മേഖലയിൽ വെച്ച് രണ്ടുപേർ, ഓമനക്കുട്ടൻ, ദിലീപ്, രണ്ടുപേരും ഈ പറയുന്ന പോലെ ഏഴാന്തോട് സ്വദേശികളാണ്. എന്തായാലും ആ നേരത്ത് കാട്ടാന വരികയായിരുന്നു എന്നാണ് ഓമനക്കുട്ടൻ പറയുന്നത്. ഓമനക്കുട്ടൻ അത് കണ്ട് ഭയന്നോടി എന്ന് പറയുന്നുണ്ട്. ഓമനക്കുട്ടന്റെ മൊഴി മാത്രമാണ് ഇപ്പോൾ വനവകുപ്പിന്റെയും പോലീസിന്റെയും കയ്യിലുള്ളൂ. അതിനുശേഷം ഓമനക്കുട്ടൻ തന്നെയാണ് തിരിച്ചു വന്ന് നാട്ടുകാരെ വിവരം അറിയിക്കുന്നത്. അതിനുശേഷം ഇപ്പോൾ വനംവകുപ്പ് അധികൃതർ ഇപ്പോൾ അങ്ങോട്ട് പോയിട്ടുണ്ട്. ദിലീപിന്റെ മൃതദേഹം അവിടെയുണ്ട് എന്നൊരു ധാരണ മാത്രമാണ് ഇപ്പോൾ വനംവകുപ്പിനുള്ളൂ. എന്നാലും കുറച്ച് സമയത്തിന് ശേഷം മാത്രമേ അതിൽ കാട്ടാന ആക്രമണമാണോ അല്ലയോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരികയുള്ളൂ. ആക്രമണമാണ് എന്ന് ഓമനക്കുട്ടൻ ഉറപ്പിച്ച് പറയുന്നുണ്ട്. ഓമനക്കുട്ടൻ മാത്രമാണ് രക്ഷപ്പെട്ടത്. ഓമനക്കുട്ടൻ ഓടി രക്ഷപ്പെടുകയായിരുന്നു എന്നും കൃത്യമായി തന്നെ ഓമനക്കുട്ടൻ മൊഴി നൽകിയിട്ടുണ്ട്. എന്തായാലും വനംവകുപ്പ് അധികൃതർ അല്പസമയത്തിനകം തന്നെ ഈ മൃതദേഹം കിടക്കുന്ന ആ സ്ഥലത്തിന് പരിസരത്തേക്ക് എത്തും. അതിനുശേഷം കൂടുതൽ അപ്ഡേറ്റ്സ് നമുക്ക് നൽകാനാകും. ശരി, ശ്രീജിത്ത് ശ്രീകുമാരനാണ് പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.